നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി. ഇനിയൊരു ഉത്തരവ് വരെ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം. കോടതി നടപടി ഷോൺ ജോർജ് നൽകിയ ഹർജി പരിഗണിച്ച് വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല. പരീക്ഷാ തട്ടിപ്പ് കേസ് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘവുമായുള്ള ആശയവിനിമയത്തിന് കമ്മിറ്റി രൂപീകരിച്ച PSC സെക്രട്ടറി ഒഴിവാക്കി. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പിൽ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ല എന്ന് PSC. രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്ന വാദം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ നിലപാട് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാകില്ല എന്ന് സർക്കാരിന് വിദഗ്ധ സമിതി ശുപാർശ. PM ശ്രീയിൽ ആശയക്കുഴപ്പമില്ല എന്ന് മന്ത്രി N ഷംസുദ്ദീൻ. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ടെന്നി ജോപ്പനെ ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി. കോടതിക്ക് പുറത്ത് കേസ് പരിഹരിച്ചു എന്ന് പരാതിക്കാരൻ മലയിലിൽ ശ്രീധരൻ നായർ കോടതിയെ അറിയിച്ചു. വിധി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിക്കുന്നുവെന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ IG ഹേമചന്ദ്രൻ മുഖത്തടിച്ചെന്നും ടെന്നി ജോപ്പൻ. മുഖ്യമന്ത്രിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. VD സതീശൻ എന്ന വ്യക്തിയെയല്ല മുഖ്യമന്ത്രിയെയാണ് കാണാൻ ശ്രമിച്ചതെന്നും ഇനി കാണേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായർ. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും വിമർശനം. ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ ഇന്ന് ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ജയിക്കുന്നവർ ഫൈനലിൽ സ്പെയിനെ നേരിടും. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്നും മാധ്യമ വാർത്തകൾക്കനുസരിച്ച് ധൃതി കാട്ടാനാകില്ല എന്നും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോഴാണ് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. UDF സർക്കാർ അധികാരമേറ്റ ആദ്യ ദിനത്തിലെ മന്ത്രിസഭായോഗത്തിലെടുത്ത ഏറ്റവും നിർണായക തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിലെ പുനരന്വേഷണം. SIT രൂപീകരിച്ച് അതിവേഗത്തിൽ അന്വേഷണം. ഒടുവിൽ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനായ MR അജിത് കുമാർ ഇടപെട്ടു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT റിപ്പോർട്ട് നൽകി. DGPക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടിയെടുത്തില്ല. റിപ്പോർട്ട് തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന വാദമാണ് ആഭ്യന്തരമന്ത്രി ദിവസവും ആവർത്തിക്കുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയും അതേ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി പഴി മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, ഈ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. അന്ന് ക്രൂരമർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഇപ്പോഴത്തെ MLAയുമായ AD തോമസ് അടക്കം MR അജിത് കുമാറിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇടതു സർക്കാരിന്റെ കാലത്ത് MR അജിത് കുമാറിന് പൂർണ്ണ സംരക്ഷണം എന്നാരോപിച്ച് പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന UDF ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 30-ന് ചേരാനിരിക്കെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാകില്ല എന്ന വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശ ചെയ്തു. സംസ്ഥാനത്തിന്റെ ബഹുമുഖ സാമ്പത്തിക ഘടകം കൂടി പരിശോധിക്കണമെന്നും റെയിലിന് പറ്റിയ അപകടമുണ്ടാകാൻ പാടില്ല എന്നും വിദഗ്ധ സമിതി. വേണ്ടത്ര പാരിസ്ഥിതിക പഠനം നടത്തിയില്ല എന്നും റിപ്പോർട്ട് അപൂർണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി ഉടൻ ആരംഭിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചോ യാത്രക്കാരുടെ എണ്ണത്തെക്കുറിച്ചോ കൃത്യമായ കണക്ക് റിപ്പോർട്ടിലില്ല. വേണ്ടത്ര പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് റിപ്പോർട്ട്. റെയിലിന് പറ്റിയ പാളിച്ചകൾ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും വിദഗ്ധ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ചരക്ക് നീക്കം നടത്താനാകാതെ യാത്രക്കാരെ മാത്രം ഉൾക്കൊള്ളുന്ന അതിവേഗ റെയിൽ മോഡൽ കേരളത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. അപൂർണമായ റിപ്പോർട്ട് ഈ രീതിയിൽ നടപ്പാക്കാനാകില്ല എന്നും സർക്കാർ വീണ്ടും പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഒരു ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു.
അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. ബദൽ മാർഗങ്ങളും സാമ്പത്തിക പാരിസ്ഥിതിക വശങ്ങളും പരിശോധിച്ച ശേഷം പദ്ധതിയുടെ യഥാർത്ഥ ആവശ്യകത ബോധ്യപ്പെട്ടാൽ മാത്രമേ DPR തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രി. ABVP പ്രവർത്തകനായ DS ശരത്തിനെയും SFI പ്രവർത്തകനായിരുന്ന ജയോണ ജെയിംസിന്റെയും നിയമനത്തിൽ പരാതികൾ തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് തന്ന പട്ടികയിൽ ഈ 2 അഭിഭാഷകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ് 2 പേരും. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്ന് മുൻമന്ത്രി P. രാജീവ്. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ സമ്മതിച്ചത് ഇതിന് തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ഗവൺമെൻറ് ഗവൺമെൻറ് ലീഗൽ ഓഫീസേഴ്സ് റൂൾസ് പ്രകാരം ഏജ് നൽകുന്ന പാനലിൽ നിന്നാണ് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്, റൂളാണ്. അതിനു പകരം ലോയേഴ്സ് കോൺഗ്രസ് നൽകി ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തു എന്ന് ഭരണഘടനാ പ്രകാരം ചുമതലയെടുത്ത മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരമാണെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ പാർട്ടിക്ക് വേണ്ടി ഗവൺമെൻറ് വക്കീലന്മാരെ നിയമിച്ചിരിക്കുന്നു, ആ കടലാസ് വെച്ച് AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. റൂൾ വായിച്ചു നോക്കണ്ടേ? മുഖ്യമന്ത്രി എല്ലാം പഠിച്ചു പറയുന്ന ആളല്ലേ. നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികളില്ലാത്തവരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്കെതിരെ നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് കോടതി നടപടി. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം ആരോപിച്ചായിരുന്നു ഹർജികൾ. കേസിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ വഖഫ് ബോർഡ് നടപടികൾ നിർത്തിവെക്കണം. സംസ്ഥാന വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല നൽകിയിരിക്കുകയാണ് കോടതി. നയപരമായ തീരുമാനങ്ങൾ പാടില്ലെന്നും മൂലധന നിക്ഷേപങ്ങളോ ചിലവോ പാടില്ലെന്നും ജുഡീഷ്യൽ സിറ്റിംഗ് നടത്താനും അനുമതിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. സോളാർ കേസിൽ നിന്ന് ടെനി ജോപ്പനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. ജോപ്പൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്ന ആരോപണത്തിൽ തെളിവില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നതിനിടെയാണ് ജോപ്പനെ സോളാർ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. മലയിലിൽ ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെനി ജോപ്പനെ ഒഴിവാക്കിയത്. സരിത നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്ന മലയിലി ശ്രീധരൻ നായരുടെ മൊഴിപ്രകാരമാണ് ടെനി ജോപ്പനെ പ്രതി ചേർത്തത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏക അറസ്റ്റായിരുന്നു ടെനി ജോപ്പന്റേത്.
കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കെ ബിജുവിനെതിരായ കോടതിയലക്ഷ്യ നടപടി തുടരും. രണ്ടാമത്തെ സത്യവാങ്മൂലം പരിഗണിക്കവേ മാപ്പപേക്ഷ നൽകിയാലും കോടതിയലക്ഷ്യ നടപടി തുടരുമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി. 17 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ഉദ്യോഗസ്ഥനാണ് കോടതി വിരുദ്ധ പരാമർശങ്ങളോടെ ഇത്തരത്തിൽ ഉത്തരവിറക്കിയതെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. ഗൗരവമുള്ള വിഷയമാണിതെന്നും ജുഡീഷ്യൽ പരിശോധന ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. മാപ്പപേക്ഷ നൽകിയതുകൊണ്ട് മാത്രം കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കാൻ എങ്ങനെ കഴിയുമെന്നും കോടതി ചോദിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപസമിതിയിൽ ആശയക്കുഴപ്പമില്ല എന്ന മന്ത്രി എൻ ഷംസുദ്ദീൻ. എല്ലാവരും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഉപസമിതി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിവെച്ച പ്രതിസന്ധിയാണ് പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയെ സംബന്ധിച്ച് ആ പദ്ധതിയെ സംബന്ധിച്ചൊക്കെയുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ നിലപാടുകൾ വളരെ വ്യക്തമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട് ഇപ്പം പിണറായിയുടെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്താ പറഞ്ഞത് ലേഖനത്തിലൂടെ, അങ്ങനെ സ്റ്റേറ്റിന് പിന്മാറാൻ പറ്റാത്ത കരാറിലാണ് കഴിഞ്ഞ തവണ ഒപ്പിട്ടതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കരാറിൻ്റെ ഒരു വശം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട്. ഒരുപാട് പദ്ധതികളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട റേഷ്യോ ഉണ്ട് 60-40. അപ്പോൾ അതിലൊരു പദ്ധതിയാണ് ഇത്, വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ല എന്ന നിലപാടിൽ PSC. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന്റെ രഹസ്യ വിവരങ്ങളും കൈമാറേണ്ട എന്നാണ് തീരുമാനം. PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നുള്ള വാദമുയർത്തിയാണ് നടപടി. അതേസമയം ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിൽ അന്വേഷണം വേഗത്തിലാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിവാദമായ ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരസൂചികയും ഉത്തരപേപ്പറും അടക്കം കൈമാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകിയത്. മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങളും ചോദിച്ചിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് PSC വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ല എന്നതാണ് PSCയുടെ നിലപാട്. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന്റെ രീതികൾ വ്യക്തമാക്കുമെങ്കിലും പൂർണ്ണമായും വിശദീകരിക്കില്ല. PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നുള്ള വാദം ഉയർത്തിക്കാട്ടിയാണ് ഈ ഒരു നടപടി. അങ്ങനെ PSCക്ക് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. 228 ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകുമെന്ന് PSC വ്യക്തമാക്കി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് ഉത്തരവിറക്കി. കമ്പ്യൂട്ടർ വിദഗ്ധരെയും ക്രൈംബ്രാഞ്ച് CI, വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരെയും ഉൾപ്പെടുത്തിയാണ് സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണമുണ്ടാകുമെന്ന് KSEB അറിയിച്ചു. ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്നാണ് അറിയിപ്പ്. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും കാരണം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുകയാണ്. രാജ്യത്താകെ വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും KSEB ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഇന്നും വൈകുന്നേരങ്ങളിൽ പീക്ക് സമയത്ത് ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി പറഞ്ഞത് ശുദ്ധ നുണയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. VD സതീശൻ എന്ന വ്യക്തിയല്ല മുഖ്യമന്ത്രിയാണ് കാണാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ കാണിക്കേണ്ട മിനിമം മര്യാദകൾ പാലിക്കാത്ത ആളെ ഇനി കാണേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. ഉപരാഷ്ട്രപതിയെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചു. പെരുന്ന ശുദ്ധീകരിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപി അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ എന്നും സുകുമാരൻ നായർ പറഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി മുഖേന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് താൻ അന്ന് അങ്ങനെ പറഞ്ഞതെന്നും പിന്നീട് വിളിച്ചോളാം എന്നും മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തിണ്ണനിറങ്ങൽ വിഷയമാണെന്നാണ് കരുതുന്നത്. പിന്നീട് വീണ്ടും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും എറണാകുളത്ത് വെച്ച് കാണാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ എറണാകുളത്ത് വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല, സെക്രട്ടേറിയറ്റിൽ വെച്ച് കാണേണ്ട കാര്യമാണ് എന്ന് അറിയിച്ചു. പിന്നീട് ഒരു കോൺടാക്റ്റും ഉണ്ടായിട്ടില്ല. VD സതീശനെ കാണാനല്ല, മുഖ്യമന്ത്രിയെ കാണാനാണ് അനുവാദം ചോദിച്ചത്. ഒരു പ്രമുഖ സംഘടനയുടെ ആളാണ് എന്ന പരിഗണന പോലും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ കാണിക്കേണ്ട മിനിമം മര്യാദകൾ പാലിക്കാത്ത ആളെ ഇനി കാണേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അത് പച്ചക്കള്ളമാണ് പറഞ്ഞു. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ
മിനിമം പാലിക്കേണ്ട മര്യാദ കാണിക്കാത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ആരുടെ മുമ്പിൽ പിച്ചച്ചട്ടിയായിട്ട് പോയി കൈനീട്ടി നിന്നിട്ടില്ല, ഒരുത്തരുടെ മുമ്പിൽ നിന്നിട്ടില്ല. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും അതിലേക്ക് ഉപരാഷ്ട്രപതിയെ കൂടി അദ്ദേഹം വലിച്ചിഴച്ചുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയിൽ എന്ത് ശുദ്ധീകരണം നടത്തും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അയാൾ ആദ്യം അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ. NSSനെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. തനിക്കെതിരെ ഒരു ആരോപണവും ആരും ഉന്നയിച്ചിട്ടില്ല. ആകെ അഹങ്കാരിയാണെന്ന പരാതിയാണുള്ളത്. അഹങ്കാരം കാട്ടേണ്ടിടത്ത് കാട്ടുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അല്ല, അദ്ദേഹം അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹവും കൂടെ ഉള്ളതാണല്ലോ. അവിടെ നിന്ന് പോയി ശുദ്ധീകരിച്ച് വരട്ടെ. ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ച് വരുമെന്നാണോ പറഞ്ഞത്? അവിടെ ഇയാളൊരു പുല്ലും ചെയ്യാനല്ല NSSനെ. എന്തുവാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്നെ അഹങ്കാരിയാന്ന് പറഞ്ഞു. അഹങ്കാരം ഞാൻ എടുക്കേണ്ടടുത്ത് എടുക്കും. ഗവർണറായിരുന്നപ്പോൾ CP രാധാകൃഷ്ണൻ NSS ആസ്ഥാനത്ത് വരികയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. ആനന്ദബോസിനോടും അതേ സമീപനമാണ് കാട്ടിയത്. ആർക്കും കടന്നു വരാവുന്ന സ്ഥലമാണ്. എന്നാൽ ഒരു ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലത്ത് പട്ടിയെ കയറ്റി മണപ്പിക്കാൻ പറ്റില്ല എന്നാണ് NSS നിലപാടെടുത്തത്. സുരേഷ് ഗോപിയുടെയും ഉപരാഷ്ട്രപതിയുടെയും നിലപാട് അവരുടെ സംഘടനയുടെ ഭാവിയെ ബാധിക്കും എന്ന ദീർഘവീക്ഷണം കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുത്തി പറഞ്ഞതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നു. 10,000 കോടിയോളം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ടാറ്റയുടെ നിർദ്ദേശം സർക്കാർ ഗൗരവമായി പരിഗണിക്കുകയാണെന്നും ബ്ലൂംബെർഗ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, എന്തായാലും കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ നിക്ഷേപം വീണ്ടും കൂടുകയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിലൂടെ കൈവരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയല്ലേ നമുക്കുള്ളത്? തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു വിദേശ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്, ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ കമ്പനി കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ, സംസ്ഥാനത്ത് കപ്പൽ നിർമ്മാണശാലയിൽ വൻ നിക്ഷേപത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. 10,000 കോടി രൂപയോളം നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. അതിനുള്ള അനുമതി ഒരു മാസത്തിനകം സർക്കാർ നൽകുമെന്നും അതിനുള്ള ഭൂമി, സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടത്തിയ ആദ്യ ബജറ്റിൽ, അതായത് സർക്കാരിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാകുന്നതിന് വേണ്ടി, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാകുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്ക്, അതായത് ഇനി എങ്ങനെയാണ് 5 വർഷം കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആദ്യ ബജറ്റിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വിഭാവന ചെയ്യുന്നത് പോലും ഒരു ബ്ലൂ എക്കണോമിയാണ് സംസ്ഥാനത്ത് കേരളത്തിൽ വരാൻ പോകുന്നത്. ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് തുറമുഖവും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതും കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ബ്ലൂ എക്കണോമിയിൽ അടിസ്ഥാനമാക്കി അതിൽ ഊന്നൽ നൽകിയുള്ള ഒരു വികസനവും ഒരു സാമ്പത്തികമായ മുന്നോട്ട് പോക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ കുതിച്ചുചാട്ടവും ഒക്കെയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ബജറ്റിലൂടെ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം അടക്കം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം കുതിപ്പിലേക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ ചുവടുവയ്പ് നടത്തുന്നു. അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണശാല, അതായത് സംസ്ഥാനത്ത് ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി ടാറ്റ ഗ്രൂപ്പ് തന്നെ മുൻകൈ എടുക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപം നടത്താൻ, വൻ നിക്ഷേപമാണ്, 10,000 കോടിയുടെ നിക്ഷേപം കൊടുക്കാൻ തയ്യാറാണ്, നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാർ അതിന് കൈ നീട്ടി സ്വീകരിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വികസനത്തിന് ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും. ബ്ലൂ എക്കണോമി എന്ന ആ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നോട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക് ഊന്നൽ നൽകിയുള്ള വികസനത്തിൽ ലക്ഷ്യമിടുമ്പോൾ ഇത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ അത് ആ വികസനത്തിന്റെ പാതയ്ക്ക്, വികസനം മുന്നോട്ടുള്ള വഴി തെളിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അനിവാര്യ ഘടകമായി തന്നെ ഇത് മാറുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വീണ്ടും സർക്കാരും പ്രതിപക്ഷവും നേർക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലെ വിഴിഞ്ഞം ഓഹരി നിക്ഷേപവും ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കൃത്യമായി, അതായത് ഈ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ എന്ത് നിലപാടാണ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നു, ഇത് സർക്കാർ സംസ്ഥാന താല്പര്യം അടിയറ വയ്ക്കില്ല, സംസ്ഥാന താല്പര്യം മുൻനിർത്തി തന്നെയാകും അദാനിയുമായുള്ള ഓഹരി കൈമാറ്റത്തിനുള്ള അനുമതി നൽകുക. ഒരു എംപവേർഡ് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ എംപവേർഡ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായി പഠനം നടത്തും. അതിന്റെ
നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നേരെയാണ്. ഡീൽ ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെ നിർത്തുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദാനി ഗ്രൂപ്പിന്, അതായത് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ രീതിയിൽ കാലതാമസം വരുത്തിയപ്പോൾ ഈ കരാറിൽ ഉണ്ടായിരുന്നതാണ് നിർമ്മാണം ഇത്ര കാലയളവിനുള്ള നിർമ്മാണം നടത്തണം. ആ നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുകയാണെങ്കിൽ പിഴ ഈടാക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് എന്നാണ് കരാർ. എന്നാൽ വലിയ രീതിയിൽ നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയിട്ട് 1 രൂപ പോലും പിഴ ഈടാക്കിയിരുന്നില്ല കഴിഞ്ഞ LDF സർക്കാർ. വലിയ 5 വർഷമാണ് ഇളവ് നൽകിയത് അദാനിക്ക്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഡീൽ ഇടത് സർക്കാരും അദാനിയും തമ്മിലായിരുന്നു ഡീൽ എന്നൊരു ആരോപണവും ഇന്ന് പ്രതിപക്ഷ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടിയും എന്നോണം, അത് മാത്രമല്ല കൂടുതൽ ആരോപണങ്ങൾ കടുപ്പിച്ചുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണ്ടും വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ആ കത്തിൽ അതീവ ഗൗരവമായ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്കാകുന്നില്ല. മാത്രമല്ല സർക്കാരിൻ്റെ മൗനം ദുരൂഹമാണ്. സർക്കാർ അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥ ആരോപണങ്ങളിൽ നിന്നും വസ്തുതകളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല അദാനിക്ക് സർക്കാർ ഒരിക്കലും കീഴ്പ്പെടാൻ പാടില്ല. അദാനി കരാർ ലംഘനമാണ് നടത്തിയത്. അതിന് കൃത്യമായ നടപടി, ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുകയും വേണം. അദാനിക്ക് ഒരിക്കലും സർക്കാർ അടിയറവ് പറയുകയോ കീഴ്പ്പെടുകയോ ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കത്താണ്. ആ കത്തിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ, അതായത് സർക്കാർ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളും വസ്തുതകൾക്കൊന്നും തന്നെ അതിന് മറുപടി പറയാതെ പകരം സർക്കാരാകട്ടെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വലിച്ചിരിക്കുന്നു. സെബിക്ക് കത്തയച്ചു. സർക്കാരിൻ്റെ അനുമതി തേടുന്നതിന് മുമ്പ് തന്നെ അദാനി സെബിക്ക് ഒരു കത്തയച്ചു. അതിനുള്ള ധൈര്യം അദാനി ഗ്രൂപ്പ് കാട്ടിയിട്ട് പോലും ആ കാര്യത്തിൽ സർക്കാർ മൗനം തുടരുകയാണ്. മാത്രവുമല്ല ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്താരാഷ്ട്ര കമ്പനിക്ക് തീരെഴുതി നൽകില്ല. അതിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് നെഞ്ചുറപ്പോടെ പറയുവാൻ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നൊരു ആരോപണം കൂടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ അനാവശ്യമായി കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു 2025 തലസ്ഥാനത്ത് വെച്ച്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവാണ്. അത് ആ വിഴിഞ്ഞം പദ്ധതിയും തുറമുഖത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള, അതേക്കുറിച്ചുള്ള പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് ആയിരുന്നു നടത്തിയത്. അതിനെ അനാവശ്യമായി ഇപ്പോൾ UDF സർക്കാർ അത് അന്ന് നടത്തിയ ഓഹരി കൈമാറ്റത്തിന് വേണ്ടിയുള്ള പ്രാഥമിക ചർച്ചകളെന്ന് അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കുകയാണ്. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെ സർക്കാരിനെതിരെ സർക്കാർ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കണം. ഇതിലെ ദുരൂഹത, സർക്കാരിന്റെ മൗനം ദുരൂഹമാണ് എന്നൊക്കെ ഉയർത്തിക്കാട്ടി കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും മുഖ്യമന്ത്രിക്ക് ഒരു വിഷയത്തിൽ കത്തയച്ചിരിക്കുന്നത്. ശ്രീജ. ശരി അൻഫിൽട്ട്, എന്തായാലും കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ വലിയ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുമ്പോൾ കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ, അതായത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ നിലപാട് ദുരൂഹമെന്ന നിലപാട് അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിൽട്ട് ഡിസൂസ. ഓൾ കേരള LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനമൊന്നും നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരപരിപാടികളുമായി LPST റാങ്ക് ജേതാക്കൾ രംഗത്തെത്തിയത്. ഡിവിഷൻ ഫാൾ വരുന്ന സ്കൂളുകളിലെല്ലാം നിശ്ചിത അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഏർപ്പെടുത്തുക, റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ ഒഴിവില്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. ഇനിയും അവഗണന തുടരുകയാണെങ്കിൽ സമരപരിപാടികൾ കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസം, ഇന്ന് 10ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഞങ്ങളിവിടെ പറഞ്ഞത് റേഷ്യോ കുറക്കണം. നിലവിൽ LPയിലുള്ളത് 1:1 ഒരു ടീച്ചർക്ക് 30 കുട്ടികൾ എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഡിവിഷൻ അതിഭീകരമായി പോകുന്ന അവസ്ഥയിൽ 25ലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. 25:1 മാറ്റി തരണമെന്ന് ഞങ്ങൾ ഒരുപാട് മന്ത്രിമാരെ കണ്ടിട്ടും എല്ലാവരോടും പറഞ്ഞിട്ടും ആരും അത് കേൾക്കാതെ ഇരിക്കുകയും മാനേജ്മെന്റ് സ്കൂളിൽ കയറിയ 10,000 അധ്യാപകരെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഭിന്നശേഷി നിയമത്തെ മറികടന്നുകൊണ്ട് ഉത്തരവ് നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. പക്ഷേ അപ്പോഴും ഈ തുച്ഛമായ, ഈ നാമമാത്രമായ PSC ഉദ്യോഗാർത്ഥികളെ ഒന്ന് പരിഗണിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ എന്തായാലും 10ാം ദിവസമാണ് നമ്മൾ ഈ സമരം ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്.
ഇന്ന് നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. നമുക്ക് ഫിക്സേഷൻ ഡേറ്റ് ആണെന്ന്. അപ്പോൾ ഇന്നെങ്കിലും ഒരു തീരുമാനം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുടനീളം ഒരുപാട് ഡിവിഷൻ ഫാള് സംഭവിക്കുന്ന ഒരു ഡേറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ദിവസം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും ദിവസം രാത്രിയും പകലും നമ്മളിവിടെ കിടന്ന് സമരം ചെയ്തിട്ടുള്ളത്. എന്നാൽ പല റാങ്ക് ലിസ്റ്റുകളും ഒരു നിയമനം പോലും നടത്താതെ അസ്തമിച്ചു പോയിട്ടുണ്ട് എന്നും അതിന് തങ്ങൾ കാരണക്കാരല്ല എന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചു. അവരുടെ സമരത്തോട് നല്ല അനുഭാവം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവർ പറയുന്ന കാര്യമൊന്നും നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പ്രശ്നം, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ ഒരു കുട്ടിയെപ്പോലും അപ്പോയിൻ്റ് ചെയ്യാതെ ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാതെ അസ്തമിച്ചു പോയിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങളല്ല ഉത്തരവാദി. ഇതേ ആവശ്യവുമായി ഇടത് സർക്കാരിന്റെ അവസാന കാലത്തും ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആത്മഹത്യ ചെയ്ത അഞ്ചരക്കണ്ടി കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിവേദനം നൽകി. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ചു. ബേഡകം സ്വദേശി അഷ്റഫിന്റെ മകൻ ഇയാസാണ് മരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര പിഴവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നും കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെയും അളവ് കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും സൂചനയുണ്ട്. അതേസമയം ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മൊഴി. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ വന്നിരുന്നു. അതനുസരിച്ച് ആശുപത്രിക്ക് തന്നെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇപ്പോൾ അതിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിരിക്കുന്നു. തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന ആശുപത്രിയും ഡോക്ടർമാരും ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ അവർക്ക് വിനയായി ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, അല്ലേ? ശ്രീജ, തീർച്ചയായും ആശുപത്രി അധികൃതരുടെയും മാനേജ്മെന്റിന്റെയും വാദങ്ങൾ പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിക്കുണ്ടായിരുന്ന മുറിവ് സ്വാഭാവിക മുറിവാണ്. അത് സ്വാഭാവികമായി തന്നെ ഉണങ്ങുന്ന തരത്തിലുള്ള ഒരു മുറിവാണ് കുട്ടിക്ക് ഏറ്റിരുന്നതെന്ന കാര്യമാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഈ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ വിതരണത്തിലെ അളവ് കുറഞ്ഞതാണ് ഈ മരണത്തിന് കാരണമായത്. മാത്രമല്ല, അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടിക്ക് നൽകേണ്ടിരുന്ന ചികിത്സ നൽകുന്നതിൽ ഉൾപ്പെടെ ഈ ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കും വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. പിന്നീട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ പ്രീ ഹിസ്റ്ററികളൊന്നും ഈ രക്ഷിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ വാദങ്ങളെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അതിൽ ഈ കുട്ടിയുടെ അവയവങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരടിയന്തര സാഹചര്യവും ഉണ്ടായിരുന്നില്ല. കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, 3 ദിവസം കൊണ്ട് ഉണങ്ങാവുന്ന നിസ്സാര മുറിവിനാണ് ഇത്തരത്തിൽ ജനറൽ അനസ്തേഷ്യ നൽകുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുള്ളത്. എന്തായാലും വിശദമായ രാസപരിശോധന റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വരും. അതുകൂടി വന്നതിന് ശേഷം കർശനമായ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഈ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. നിലവിൽ ഈ ഗവൺമെന്റ് പ്ലീഡർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതിയുടെ യോഗം ചേരുന്നത്. എന്തായാലും കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പ്രാഥമികമായും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ യോഗത്തിന് ശേഷം തുടർ നടപടികളും നിയമ നടപടികളും സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഈ അന്വേഷണ സമിതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ ചോദ്യം ചെയ്ത് പോലീസ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ അഞ്ജലി പൊതുവാൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിക്ക് അത്തരത്തിൽ അനസ്തേഷ്യ നൽകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. തന്റെ ഭാഗത്ത് നിന്ന് ഒരു ചികിത്സാ പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് അഞ്ജലി പൊതുവാൾ. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്, അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. എന്തായാലും ഇതിനോടകം തന്നെ പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ പീഡിയാട്രിക് വിഭാഗം ഡോക്ടറെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. സമാനമായി തന്നെയാണ് ഇന്ന് പ്രാഥമികമായി
ഡോക്ടർ അഞ്ജലി പൊതുവാളിൽ നിന്ന് വിവരശേഖരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേർന്നതിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആശുപത്രി അധികൃതരുടെ കൃത്യമായ ഈ വീഴ്ചയാണ് എടുത്തു പറയുന്നത്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായി ഉണങ്ങാവുന്ന ഒരു മുറിവ് അകാരണമായി അനസ്തേഷ്യ നൽകുന്നത് വഴി കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ വിതരണം നിലയ്ക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. മാത്രമല്ല അനസ്തേഷ്യ നൽകിയതിനു ശേഷമുള്ള ചികിത്സ നൽകുന്നതിലും ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശ്രീജ. ശരി ജോസഫ്. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ച എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജോസഫ് അഗസ്റ്റ്. കേരളത്തെ നടുക്കിയ പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ ഉണ്ടായേക്കും. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ചെന്താമര കുറ്റവാളിയാണെന്നും വധശിക്ഷ വേണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നുള്ളത് പ്രതിഭാഗവും വാദിച്ചു. ചെന്താമര സ്ഥിരം കുറ്റവാളിയാണെന്ന പ്രോസിക്യൂഷൻ വാദിച്ചു. സമൂഹത്തിന് തന്നെ ആപത്താണെന്നും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രതി കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുണ്ട്. ഗാന്ധിജിയല്ല താനെന്ന മനോഭാവം അതിന് ഉദാഹരണമാണ്. അതേസമയം മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. മുൻകാല സ്വഭാവം പരിഗണിക്കരുതെന്നും സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളതെന്നും പ്രത്യക്ഷ തെളിവില്ലെന്നും പ്രതിഭാഗം വാദത്തിൽ ചൂണ്ടിക്കാണിച്ചു. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതേസമയം നാളെ വിധി പ്രസ്താവന ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പ്രോസിക്യൂട്ടർ ജെ വിജയകുമാർ പറഞ്ഞു. നാളെ ലിറ്റിഗേഷൻ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വരും ദിവസങ്ങളിൽ വിധി പറയാനാണ് സാധ്യത. നാളെ ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്നും പകരം ഓൺലൈനായി ഹാജരാക്കുമെന്നും പ്രോസിക്യൂഷൻ വിഭാഗം കൂട്ടിച്ചേർത്തു. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ VD മോഹനരം ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27 ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. കേസിൽ 132 സാക്ഷികളും 30 ശാസ്ത്രീയ തെളിവുകളുമാണുള്ളത്. 6 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്താണ് കൊന്നത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു നാടിന് നടക്കിയ ഇരട്ടക്കൊല. ഭാര്യയും മകളും തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയത്തിലാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. 2019 സജിതയെ കൊന്ന കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. അനന്തങ്കാട് സിനിമയുമായി ബന്ധപ്പെട്ട താഹിർ കമ്പനിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നിർമ്മാതാവ് എസ് വിനോദ് കുമാർ. സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത വകയിൽ 1,80 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയെന്നാണ് കമ്പനിയുടെ ആരോപണം. എന്നാൽ താഹിർ കമ്പനിക്ക് കൊടുക്കാനുള്ള തുക കോടതിയിൽ കെട്ടിവച്ചിട്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ ഓർഡർ വാങ്ങിയതെന്ന് നിർമ്മാതാവ് വ്യക്തമാക്കി. അനന്തൻകാട് സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ക്യാമറകളും ലൈറ്റിംഗ് ഉപകരണങ്ങളും വാടകയ്ക്കെടുത്ത വകയിൽ 1.8 കോടി രൂപ കുടിശ്ശിക വരുത്തിയെന്നാണ് നടൻ ആര്യയ്ക്കും അനന്തൻകാട് നിർമ്മാതാവിനും അണിയറ പ്രവർത്തകർക്കുമെതിരായ ആരോപണം. താഹിർ കമ്പനിയുടെ ഈ ആരോപണം നിർമ്മാതാവ് എസ് വിനോദ് കുമാർ തള്ളിക്കളഞ്ഞു. ആര്യയുടെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ താഹിർ കമ്പനി മനഃപൂർവ്വം സൃഷ്ടിച്ച വ്യാജ പ്രചരണമാണ് ഈ ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യയ്ക്ക് ചിത്രത്തിന്റെ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് താഹിർ കമ്പനി കോടതിയെ സമീപിക്കുകയും തർക്കത്തിലുള്ള തുക കോടതിയിൽ കെട്ടിവയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോടതി 2026 ജൂൺ 25 സിനിമ റിലീസ് ചെയ്യാൻ അനുമതി നൽകുകയായിരുന്നുവെന്നും വിനോദ് കുമാർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങളെല്ലാം താഹിർ കമ്പനി മറച്ചുവെച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മണി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം കോടതിയിൽ പോയത് ഞാനാണ്. വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി റിലീസിനുള്ള അനുമതി കോടതിയിൽ നിന്നും മേടിച്ചിട്ടാണ് ഈ പടം റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ GST ഉൾപ്പെടെ നമ്മൾ എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ പടത്തിൻ്റെ റിലീസ് ഓർഡർ മേടിച്ചേക്കുന്നത്. ഈ ആര്യയുടെ സ്റ്റാർഡം ഡിഫെയിം ചെയ്യുക, അത് കാരണം ഒരു ബ്ലാക്ക് മെയിൽ സ്ട്രാറ്റജി ഉണ്ടാക്കി പണം അപഹരിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു കാര്യമാണെന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നത്. കേരളത്തിൽ കേസ് നിലനിൽക്കെ തന്നെ അത് മറച്ചുവെച്ച് താഹിർ കമ്പനി ഹൈദരാബാദ് കോടതിയിലും ഹർജി ഫയൽ ചെയ്തു.
ഇതിന് മറുപടി സമർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിർമ്മാതാവ് ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം പുറമെയാണ് ഹൈദരാബാദ് ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതെന്നും അനന്തൻകാട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ അവസാന ചിത്രം ജനനായകൻ ഈ മാസം 23-ന് റിലീസ് ചെയ്യും. വിവാദങ്ങൾക്കൊടുവിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ആണ് റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 23-ന് ചിത്രം വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന് സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റാണ് നൽകിയത്. എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്തത്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ഫിഫ ലോകകപ്പ് 2026 ആവേശം കേരളം മുഴുവൻ പടരുമ്പോൾ ആരാധകരെ ആകർഷിച്ച് പുതിയ ട്രെൻഡായി മാറുകയാണ് ഫുട്ബോൾ ടീം മുണ്ടുകളും ലുങ്കികളും. തൃശൂർ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന പുതുമ കളക്ഷൻസ് എന്ന വസ്ത്രാലയത്തിലാണ് ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ പ്രമുഖ ടീമുകളുടെ നിറങ്ങളിലുള്ള മുണ്ടുകളും ലുങ്കികളും വിപണിയിലെത്തിച്ചിരിക്കുന്നത്. ജേഴ്സികളിൽ ഒതുങ്ങിയിരുന്ന ഫുട്ബോൾ ആവേശം കേരളത്തിന്റെ പരമ്പരാഗത വേഷമായ മുണ്ടിലേക്കും എത്തിയതോടെ ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഇവ വാങ്ങുന്നത്. ടീമുകളുടെ നിറങ്ങളിലുള്ള മുണ്ടുകൾക്ക് പുറമെ മെസ്സി, റൊണാൾഡോ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ പേരിലുള്ള മുണ്ടുകളും പ്രത്യേക ഓർഡറായി ഇവിടെ ലഭ്യമാണ്. മുണ്ടിനൊപ്പം അതേ ടീമിന്റെ ജേഴ്സിയും ഉൾപ്പെടുത്തിയ കോംബോ പാക്കുകളും വിൽപ്പനയ്ക്കുണ്ട്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ ടീമുകളുടെ തീമിലുള്ള വസ്ത്രങ്ങളാണ് നിലവിൽ കൂടുതലും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജേഴ്സികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഗിരീഷ് പറയുന്നു. ഈ പ്രാവശ്യം നമുക്ക് എല്ലാ ജേഴ്സികൾക്കനുസരിച്ച് മുണ്ടുകളും വന്നിട്ടുണ്ട്. അതായത് പ്രിന്റഡ് ജേഴ്സികൾക്കനുസരിച്ച് വെറൈറ്റി മുണ്ടുകളും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനനുസരിച്ച് ഓരോ ടീമിന്റെ മുണ്ടുകളും നമ്മൾ നല്ലപോലെ സെയിലായി. ഫിഫ 2026 സ്പെഷ്യൽ കളക്ഷൻ അവതരിപ്പിച്ച 5 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ഇതിനകം തന്നെ നിരവധി ജേഴ്സികളും മുണ്ടുകളും വിറ്റഴിഞ്ഞു. കേരളത്തിന്റെ പരമ്പരാഗത വേഷത്തെ ലോക ഫുട്ബോളിന്റെ ആവേശവുമായി ചേർത്തിണക്കുന്ന ഈ പുതിയ പരീക്ഷണം ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോകകപ്പ് മത്സരങ്ങൾക്കുള്ള ഒരുക്കത്തിൽ ജേഴ്സിക്കൊപ്പം ഇനി ടീം മുണ്ട് കൂടി മലയാളികളുടെ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.